ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾ മിക്സ്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതായത് ഒരേ ക്വാണ്ടിറ്റി നമ്മൾ വീണ്ടും വീണ്ടും റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു 80 ലിറ്റർ മിക്സ്ചർ ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ഒരു 20 ലിറ്റർ മാറ്റുന്നു, എന്നിട്ട് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്യുന്നു, വീണ്ടും 20 ലിറ്റർ മിക്സ്ചർ മാറ്റുന്നു, വീണ്ടും വാട്ടർ ആഡ് ചെയ്യുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടൈമിൽ ഉള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. അതെങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും കംപ്ലീറ്റ് ആയി കാണാൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്കൊരു ഫോമുല അങ്ങനെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാനില്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങളൊന്നും ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. എന്താണ്? 80 ലിറ്റേഴ്സ് ഓഫ് പ്യുവർ മിൽക്ക്. ഒരു പ്യുവർ മിൽക്കാണ്. അപ്പൊ ആദ്യത്തെ കണ്ടെയ്നർ നോക്കിയേ, എന്താണ്? ആദ്യത്തെ ബീക്കറിൽ 80 ലിറ്റർ പ്യുവർ മിൽക്കാണ് ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് നോക്കിയേ റീപ്ലേസ് ചെയ്യുന്ന എന്താണ് നോക്കിയേ, 20 ലിറ്റർ റീപ്ലേസ് ചെയ്തു. 20 ലിറ്റർ മാറ്റി, എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ 20 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യുന്നു. സോ ഒരു പ്രാവശ്യം ഞാനിവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ആദ്യത്തെ നമുക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അതായത് ആദ്യം 80 ലിറ്റർ മിൽക്ക് മാത്രം, പ്യുവർ മിൽക്കാണ്. അതിൽ നിന്ന് നമ്മൾ 80 ലിറ്റർ മാറ്റി. സോ റിമൈനിങ് നമുക്കറിയാം എന്താ, 60 ലിറ്റർ പ്യുവർ മിൽക്ക് ആയിരിക്കും. അതിലേക്ക് നമ്മൾ വീണ്ടും എന്താണ് 20 ലിറ്റർ മിൽക്ക് മാറ്റിയിട്ട് 20 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ പുതിയ മിക്സ്ചർ എന്ന് പറയുന്നത് ഇതായിരിക്കും. 80, 60, 20 ഉള്ള ഒരു മിക്സ്ചർ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ എന്താ, ഈ മിക്സ്ചറിൽ നിന്ന് നമ്മൾ 20 ലിറ്റർ മാറ്റുന്നു. അപ്പം എന്തായാലും എന്താ, അത് മിൽക്ക് മാത്രം ആയിരിക്കില്ല നമ്മൾ ആ 20 ലിറ്ററിൽ ഉണ്ടാവുക. ആ 20 ലിറ്ററിൽ നമ്മൾ നോക്കിയാൽ എന്താ കംപ്ലീറ്റ്, അതായത് ഇതിപ്പോൾ 60 ഉണ്ട്. 60 ഇവിടെ നമ്മൾ നോക്കിയാൽ ഞാനിങ്ങനെ ഇവിടെ എഴുതാം. അതായത് ഇനിഷ്യലി നമുക്ക് 80 ലിറ്റർ ഉണ്ട്. അപ്പം അതിൽ നമുക്കറിയാം എന്താണ്, 80 ലിറ്ററിൽ പ്യുവർ മിൽക്കാണുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ 20 ലിറ്റർ മാറ്റി. 20 ലിറ്റർ ഇവിടെ നമ്മൾ ഒരു 20 ലിറ്റർ മിൽക്ക് മാറ്റിയിട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്തു. മിൽക്ക് മാറ്റിയിട്ട് നമ്മൾ 20 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. ഓക്കെ, വാട്ടറാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. സോ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? മിൽക്കും വാട്ടറും തമ്മിൽ മിൽക്ക് എന്ന് പറയുന്നത് 60 ആയിരിക്കും, വാട്ടർ എന്ന് പറയുന്നത് 20 ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ സെക്കൻഡിൽ കാണിച്ചത്. സോ റേഷ്യോ എന്ന് പറയുന്നത് 3:1 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 20 ലിറ്റർ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, 20 ലിറ്റർ റിമൂവ് ചെയ്ത പാർട്ടിലും 3:1 ആയിരിക്കും, ബാക്കിയുള്ളതിലും 3:1 ആയിരിക്കും. സോ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് 3:1 എന്ന് പറയുന്ന ഒരു 20 ലിറ്റർ റിമൂവ് ചെയ്താൽ നമുക്കറിയാം. ഓക്കെ, 3:1 എന്ന് പറയുന്ന പാർട്ട് റിമൂവ് ചെയ്തു. അതായത് ഇത് ടോട്ടൽ 20 ലിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് 3 യൂണിറ്റിൻ്റെ എങ്ങനെയാണ് അത് ഫൈൻഡ് ചെയ്യാൻ അറിയാമല്ലോ നിങ്ങൾക്ക്. റേഷ്യോ 20 നമുക്ക് 3:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 15ഉം 5 ആയിട്ട് കിട്ടും. 15, 5. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് എന്താണ്, 50 ലിറ്റർ മിൽക്ക് റിമൂവ് ചെയ്തു, 5 ലിറ്റർ വാട്ടർ. അതാണ് 20 ലിറ്റർ റിമൂവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി എന്ത് നമുക്ക് കിട്ടും? ബാക്കി എന്ന് പറയുന്നത് 45 ലിറ്ററും ഇവിടെ നമുക്ക് 45 ലിറ്റർ പിന്നെന്താ 15 ലിറ്റർ ആണ്. പക്ഷെ നമ്മൾ വീണ്ടും ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടിയോ? വാട്ടർ ആഡ് ചെയ്യുന്നു. അപ്പോൾ 45ഉം 35ഉം ആയി. ഓക്കെ, 45ഉം 35ഉം ആയിട്ടുണ്ട്. 35 ആയി. അപ്പോൾ ഇതാ നോക്കിയേ, 45 പിന്നെന്താ 15ഉം ഇത് നോക്കി, ഇവിടെ ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. 15ഉം 20ഉം കൂടി 35 ആണ്. അപ്പോൾ അവിടുത്തെ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഷ്യോയിലേക്ക് മാറി. ഇപ്പോൾ 2 പ്രാവശ്യം, ആദ്യം 1 മാറ്റി 2 മാറ്റി. ഇനി വീണ്ടും നമ്മൾ മാറ്റിയാൽ വീണ്ടും നമ്മൾ ഈ മിക്സ്ചറിൽ നിന്ന് 20 ലിറ്റർ റിമൂവ് ചെയ്തു. 20 ലിറ്റർ റിമൂവ് ചെയ്താൽ നമുക്ക് എന്താ, മിൽക്ക് എന്ന് പറയുന്നത് ഇത്രയും ക്വാണ്ടിറ്റി ആയിരിക്കും. 45 നമ്മൾ മിൽക്ക് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. വാട്ടർ എന്ന് പറയുന്നത് നോക്കി ഇത് രണ്ടും ആഡ് ചെയ്താൽ 46.25 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ വീണ്ടും 2-3 പ്രാവശ്യം നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ, 80 ലിറ്ററുള്ള സാധനം 2 പ്രാവശ്യം റിമൂവ് ചെയ്താൽ നമുക്ക് 45 ലിറ്ററാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? 80 യൂണിറ്റ് പ്യുവർ മിൽക്കാണുള്ളത്. ഇനിഷ്യലി 80 യൂണിറ്റ് പ്യുവർ മിൽക്ക്. ആ 80 യൂണിറ്റ് നിന്ന് നമ്മൾ ഒരു യൂണിറ്റ് 20 ലിറ്റർ, 80 ലിറ്ററിൽ നിന്ന് 20 ലിറ്റർ നമ്മൾ മാറ്റി. ഓക്കെ, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. 80 ലിറ്ററിൽ നിന്ന് നമ്മൾ 20 ലിറ്റർ റിമൂവ് ചെയ്തു. അതായത് 80ൽ 20 എന്ന് വെച്ചാൽ എന്താണ് നോക്കിയേ, നമുക്ക് അടുത്ത പേജിൽ എഴുതാം. അതായത് ടോട്ടൽ 80 ഉണ്ട്, അതിൽ 20 എന്ന് വെച്ചാൽ എന്താ, 80 ഉണ്ട്, അതിൽ 20 എന്ന് വെച്ചാൽ നമുക്ക് 4ൽ ഒരു പാർട്ട് റിമൂവ് ചെയ്തു. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക? ഇനിഷ്യലി 4 ഉണ്ടെങ്കിൽ
നമ്മൾ ആ റിമൂവ് ചെയ്തതിന് ശേഷം 3 ലിറ്റർ ആയിരിക്കും, 3 യൂണിറ്റ് ആയിരിക്കും ഉണ്ടാവുക. 4 യൂണിറ്റ് ഉള്ളത് നമ്മൾ ആ 1 യൂണിറ്റ് മാറ്റി ബാക്കി 3 യൂണിറ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീണ്ടും നമ്മൾ റിമൂവ് ചെയ്താൽ രണ്ടാമത്തെ റേഷ്യോ നമുക്ക് എന്താ, ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ, 60 ഉണ്ട്, 20 ഉണ്ട്, 60ഉം 20ഉമാണ് ഉള്ളത്. സോ നമുക്ക് റിമൂവ് ചെയ്താൽ ഇതിൽ നിന്ന് റിമൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 45 കിട്ടും. നമ്മൾ നേരത്തെ എഴുതിയില്ല, 45ഉം ഇത് ടോട്ടൽ 35 ആണ്. അപ്പോൾ നമ്മൾ ആ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി മാത്രം നിങ്ങൾ എടുത്തു നോക്കിയേ, 60 ഉള്ളതിൽ നിന്ന് 45ലേക്ക് എത്തി, 60ൽ നിന്ന് 45ലേക്ക് എത്തി. അപ്പോൾ അവിടെയും നമ്മുടെ റേഷ്യോ സെയിം തന്നെ ആയിരിക്കും. ആദ്യം നോക്കിയേ 80 ആയിരുന്നു ഉണ്ടായത്, 80 ആയിരുന്നു ഉണ്ടായ, 4ൽ ഒരു പാർട്ട് റിമൂവ് ചെയ്തിട്ട് 80ന്ന് 4ൽ ഒരു പാർട്ട് റിമൂവ് ചെയ്ത് 60 ആയി. കറക്റ്റ് അല്ലേ? 80 4 അതിൻ്റെ 3 പാർട്ടാണ് എന്താണ് 60 എന്ന് പറയുന്നത്. വീണ്ടും നോക്കിയേ 60ന്ന് 45 ആയി. അപ്പോൾ അത് നോക്കിയേ, അതും എന്താണ് 4ൽ ഒരു പാർട്ടാണ് ശരിക്കും. അത് നോക്കിയേ 45 എന്ന് വെച്ചാൽ എന്താണ്, 45ഉം 60ഉം എന്താ റേഷ്യോ കിട്ടുക, 15 കൊണ്ട് ചെയ്താൽ 4:3 എന്ന് കിട്ടും. നോക്കി, അപ്പോൾ വീണ്ടും നമുക്ക് റിമൂവ് ചെയ്ത് എത്രയാണ്, 4:3 എന്ന് പറയുന്ന റേഷ്യോയിൽ തന്നെയാണ് വീണ്ടും നമുക്ക് കിട്ടിയത്. ഇനിഷ്യലി ഇതാ ഇവിടുന്ന് ഇവിടത്തേക്ക് നമുക്ക് മാറിയുമ്പോഴും 4:3 എന്ന് പറയുന്നത് എഗെയിൻ 4:3 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഇനി എഗെയിൻ ഇവിടുന്ന് ഇവിടത്തേക്ക് മാറിയാലും 33.75 ഇതും എന്താണ് 4:3 എന്ന് പറയുന്ന റേഷ്യോയിൽ തന്നെയാണ് അല്ലേ. സോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടുക. അപ്പോൾ എല്ലാം നമുക്ക് മനസ്സിലായി, എന്താ 4:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, അതായത് ഇതെന്താണ്, ഇത് നോക്കിയേ, ഇത് നമുക്ക് എന്താ 11.25 ഇൻറ്റു 4 ഓക്കെ. സോ അപ്പോൾ അടുത്ത എന്താണ്, നമുക്ക് ഇൻറ്റു 3 നോക്കിയാൽ, അതായത് ഇത് 11.25 ഇൻറ്റു 3 ആണ്. അപ്പോൾ ഇവിടെയും 4:3 ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം എപ്പോഴും നമുക്ക് 4:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കിട്ടുക. ഇനിഷ്യലി 4 ഉണ്ടെങ്കിൽ പിന്നെ 3 ആയി, പിന്നെ നോക്കി അങ്ങനെയാണ് നമുക്ക് കിട്ടുക. അതായത് ഇത് 4 യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ 3 പാർട്ട് ഇവിടെ കിട്ടി. എഗെയിൻ ഇത് 4 യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ 3 പാർട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. എഗെയിൻ ഇത് 4 യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ 3 പാർട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഇനിഷ്യലി 80 ഉള്ളത് 20 യൂണിറ്റ് പോയി, ഒരു പാർട്ട് പോയി, 4ൽ ഒരു പാർട്ട് പോയി, 3 ആയി. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നോക്കിയേ, 4 ഉള്ളത് 3 ആയി. അപ്പോൾ ഇവിടെ നോക്കിയേ, 4 ഉള്ളത് 3 ആയി. അപ്പോൾ ഇത് നമുക്ക് എന്താ, ഇനിഷ്യലി 80 ഉണ്ടെങ്കിൽ അതിന് 3 പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, 3 പാർട്ട് എന്ന് പറയുന്നത് 60 ആണ്. 80 ഉണ്ടെങ്കിൽ 60 ആണ്. ഓക്കെ, അപ്പോൾ 80 ഉള്ളത് 60 കിട്ടി. എഗെയിൻ നമ്മൾ ഈ പ്രോസസ്സ്, സെയിം പ്രോസസ്സ് നമ്മൾ എന്താ, വീണ്ടും അവിടുന്ന് ഒരു 20 ലിറ്റർ എടുത്തിട്ട് 20 ലിറ്റർ ആഡ് ചെയ്യുന്നു. അപ്പോൾ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾ ഇത്രേ ചെയ്യാനുള്ളൂ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 പ്രാവശ്യം ഇത് എഴുതുക, എന്നിട്ട് നോക്കുക എത്രയാണ്, 16, ഇത് 9 കിട്ടി. അപ്പോൾ ഇനിഷ്യലി 9 ഉണ്ടെങ്കിൽ ഇപ്പോൾ 3 ആയിരിക്കും. നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുമ്പോൾ ഈ 9 ഇനിഷ്യലി 16 ഉണ്ടെങ്കിൽ ഈ 16ൻ്റെ വാല്യൂ 80 ആണ്. ഇപ്പോഴത്തെ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി 2 പ്രാവശ്യം റിമൂവ് ചെയ്താലുള്ള മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്, 9 ആണ്. സോ നോക്കിയേ, ഇതെന്ന് പറയുന്നത് ഇൻറ്റു 5. അപ്പോൾ ഇൻറ്റു 5 ചെയ്താൽ 45. ഓക്കെ, 2 പ്രാവശ്യം റിമൂവ് ചെയ്താൽ നോക്കിയാൽ 45 കിട്ടി. ഓക്കെ, കോൺസെപ്റ്റ് സെറ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. 2-3 ക്വസ്റ്റ്യൻ, ഇപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി 3 പ്രാവശ്യം റിമൂവ് ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ്, നോക്കിയേ, 4:3, 4:3, 4:3. സോ എന്ത് കിട്ടും, 4, 4, 4. എന്താ 4 × 4, 4 ക്യൂബ് എത്രയാണ്, 64, 27. അപ്പോൾ ഈ 64 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടുക, 80 എന്ന്. ഇനിഷ്യലി 80 ഉണ്ടെങ്കിൽ ഈ പ്രോസസ്സ് 3 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്താൽ 27 യൂണിറ്റ് കിട്ടും. 64 ഉള്ളത് 27 യൂണിറ്റ്. സോ 80 എന്ന് പറയുന്നത് എന്താണ്, 64 യൂണിറ്റിന് ഈക്വൽ ആണ്. സോ 27 എന്ന് പറയുന്നത് നമുക്ക് 33.75 ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ശ്രദ്ധിക്കുക, 4:3, 4:3, 4:3. ഇനി 4 പ്രാവശ്യമാണെങ്കിൽ വീണ്ടും ഒരു 4:3. ഓക്കെ, 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ഒരു ഫോമിൽ നിങ്ങൾ ഇവിടെ പഠിക്കാനല്ല, ഇത്രയേ ഉള്ളൂ. 2-3 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നോക്കിയേ, ദർ ഈസ് 45 liters ഓഫ് ആൽക്കഹോൾ ഇൻ എ വെസൽ. 45 ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു വെസലിൽ 45 ലിറ്റർ ആൽക്കഹോൾ ഉണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് ദിസ് 3 liters ഓഫ് ആൽക്കഹോൾ ഈസ് എക്സ്ട്രാക്റ്റഡ് ആൻഡ് സെയിം വാട്ടർ ഈസ് ആഡഡ്.
ഇനിഷ്യലി നോക്കിയേ എന്താണ് 45 ലിറ്റർ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾ 3 ലിറ്റർ എന്താ പറയുന്നത് 3 ലിറ്റർ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് 3 ലിറ്റർ എന്ത് ആഡ് ചെയ്തു? സെയിം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 3 ലിറ്റർ വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. 3 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. ഓക്കെ, 3 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് വൺസ് മോർ. അപ്പോൾ സെയിം പ്രോസസ്സ് ഒരു പ്രാവശ്യം കൂടെ, ടോട്ടൽ 2 പ്രാവശ്യം ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ? അപ്പോൾ ഫൈനൽ മിക്സ്ചറിലുള്ള ആൽക്കഹോളിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. യെസ്, എങ്ങനെ ചെയ്യാം? സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക. ഇനീഷ്യലി നമുക്ക് 45 ആണ് ഉണ്ടായത്. 45 ലിറ്റർ ആൽക്കഹോൾ. അപ്പോൾ അതിൽ നിന്ന് എന്താണ് എത്രയാണ് റിമൂവ് ചെയ്ത് നോക്കിയാൽ 3 ലിറ്റർ ആൽക്കഹോൾ റിമൂവ് ചെയ്തു. സോ 45ൻ്റെ 3 എന്ന് പറയുന്ന ആ റേഷ്യോ നമ്മൾ ഫൈൻഡ് ചെയ്യാം. എന്താണ് 45ഉം 3ഉം നമുക്കെന്താ 3 കൊണ്ട് നോക്കിയാൽ 1/15. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇനിഷ്യലി നമ്മൾ 15 ഉണ്ടെങ്കിൽ, ഓക്കെ, ഇനിഷ്യലി ആണ് 15 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ 45ന്ന് 3 യൂണിറ്റ് റിമൂവ് ചെയ്തു. അങ്ങനെയാണ് 15ന്ന് 1 യൂണിറ്റ് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ 15 ഉള്ളത് 14 ആയി മാറി. ഒരു കൺഫ്യൂഷൻ ഉള്ളല്ലോ. ഇനിഷ്യലി 15 ലിറ്റർ ആൽക്കഹോൾ ആണ് നമ്മൾ പറയുന്നത്. പ്യുവർ ആൽക്കഹോളിൽ ഇനിഷ്യലി ഉണ്ടായത്. പ്യുവർ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ 14 ആയി ഇപ്പോഴത്തെ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. സോ ഇനിഷ്യലി 15, ഇപ്പോൾ 14. എഗെയിൻ വൺസ് മോർ നമ്മൾ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. സോ എഗെയിൻ നമ്മൾ സെയിം ചെയ്താൽ എന്ത് കിട്ടും? എഗെയിൻ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോസസ്സ് എത്ര പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുന്നു, സെയിം ടൈം അത്രയും ടൈംസ് നമ്മൾ എന്താ ഈ റേഷ്യോയും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം ട്വൈസ് ആണ് പറയുന്നത്. സോ എഗെയിൻ നമ്മൾ ഇത് ചെയ്തു 2 പ്രാവശ്യം. സോ ഇനി എന്ത് ചെയ്യാം? ആൽക്കഹോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു നമ്മൾ. 15 225 14 196. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിഷ്യലി നമ്മളെ കയ്യിലുണ്ടായ ക്വാണ്ടിറ്റിയാണ് ഇത് പറയുന്നത്. ഇനിഷ്യലി എത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ആൽക്കഹോൾ, പ്യുവർ ആൽക്കഹോൾ. നമ്മളിവിടെ ചെയ്യുന്ന പ്രോസസ്സ് ഫുള്ള് ആൽക്കഹോളിനെ ബേസ് ചെയ്ത് മാത്രമാണ്. ഇവിടെ വാട്ടറിൻ്റെ ഒരു റേഷ്യോ നമ്മൾ എടുത്തിട്ടില്ല, ആൽക്കഹോളാണ് മാത്രം എടുത്തതാണ്. സോ 225 എന്ന് പറയുന്ന യൂണിറ്റ് ആൽക്കഹോൾ, ഇനിഷ്യലി ആൽക്കഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തിന് ഈക്വലാണ്? ഇനിഷ്യലി 45 ഉണ്ടായത്. സോ 225 എന്ന് പറയുന്നത് 45 ലിറ്ററിന് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ മിക്സറിൽ ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ ഈ 195 എന്ന് പറയുന്നത്. സോ ഇനിഷ്യലി ഈ 225 യൂണിറ്റ് എന്ന് പറയുന്നത് 45 ആണ്. 1 യൂണിറ്റ് എന്താണ്? 45 ഡിവൈഡ് ബൈ 225. എത്ര പ്രാവശ്യമാണ്? 1/5 അല്ലേ കിട്ടുക? 1/5. അപ്പോൾ 1/5 ആണ് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ. നമുക്കെന്താ 196 ടൈംസ് ഫൈൻഡ് ചെയ്യണം. 196 ടൈംസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻറ്റു 196. സോ ഇതാണ് വാല്യൂ കിട്ടുക. ഓക്കെ, 196 ഡിവൈഡ് ബൈ 5. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം ആകുമ്പോൾ 15. ബാക്കി 46 ആണ്. എത്ര പ്രാവശ്യം? 9 ടൈംസ് ആണ്. 39 പോയിന്റ് സംതിങ് ഉള്ള വാല്യൂ ആണ്. 39.2. യെസ്, 39.2 ആണ് ഫൈനൽ മിക്സറിൽ ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ, നമ്മളിവിടെ ഒന്നും ആലോചിക്കേണ്ട. ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്താ ആ റേഷ്യോ 2 പ്രാവശ്യം എഴുതിയാൽ ആൻസറായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ? ദർ ഈസ് 72 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഇൻ എ വെസൽ. ഔട്ട് ഓഫ്, അപ്പോൾ 72 ലിറ്റർ മിൽക്കാണുള്ളത്. ഔട്ട് ഓഫ് ദിസ് 6 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് എക്സ്ട്രാക്റ്റഡ് ആൻഡ് സെയിം എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് ആഡഡ്. ഓക്കെ, ഇനിഷ്യലി പ്യുവർ മിൽക്കാണ്. നമ്മൾ സാധാരണ മിൽക്ക് എന്ന് മാത്രമേ പറയൂ കേട്ടോ, പ്യുവർ മിൽക്ക് ആണെങ്കിൽ. അപ്പോൾ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്തു, അപ്പോൾ മിക്സ്ചർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ മിൽക്ക്, അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തു? നമ്മൾ വാട്ടർ ആഡ് ചെയ്തു. സോ എക്സ്ട്രാക്ട് ചെയ്തു. 6 ലിറ്റർ ആഡ് ചെയ്തിട്ട് എന്താ വാട്ടർ, സെയിം എമൗണ്ട് വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ റീപ്ലേസ്മെൻ്റ് ആണ്. 6 ലിറ്റർ എടുത്തിട്ട് വാട്ടർ ആഡ് ചെയ്തു. ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് വൺസ് മോർ. അപ്പോൾ 2 പ്രാവശ്യം. ഒന്ന് ആദ്യം ചെയ്തു, ഇപ്പോൾ 2 പ്രാവശ്യം ചെയ്തു. വാട്ട് ഈസ് ദ റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ വെസൽ? സോ ഫൈനൽ മിക്സ്ചറിലുള്ള മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ 72 ലിറ്റർ ആണ് ഇനീഷ്യൽ നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത്. ഇനീഷ്യൽ മിൽക്ക് എന്ന് പറയുന്നത് 72 ലിറ്റർ. അതിൽ നിന്ന് 6 ലിറ്റർ നമ്മൾ റിമൂവ് ചെയ്തു. സോ ആ റേഷ്യോ എന്താണ്? 6 കൊണ്ട് നോക്കിയാൽ 1/12 ആണെന്ന് കിട്ടും. അതായത് ഇനിഷ്യലി നമ്മുടെ മിക്സ്ചറിൽ അല്ലെങ്കിൽ ആ ബീക്കറിൽ, വെസലിൽ നമുക്ക് 12 യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത ഒരു പാർട്ട് നോക്കിയാൽ 12 ഉണ്ടെങ്കിൽ ഒരു പാർട്ട് റിമൂവ് ചെയ്തിട്ട് 11 ആയി. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്ന എത്ര പ്രാവശ്യമാണ്? ട്വൈസ്, 2 പ്രാവശ്യം. വൺസ് മോർ എന്ന് പറയുന്നുണ്ട്. സോ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. സോ നമ്മൾ സെയിം റേഷ്യോ 2 പ്രാവശ്യം എഴുതുന്നു. ഓക്കെ, 2 പ്രാവശ്യം എഴുതി.
ഇനി എന്താണ് 144 കിട്ടും, ഇത് 121 കിട്ടും. അപ്പോൾ ഇനീഷ്യൽ ഉണ്ടായ എന്തിൻ്റെ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ 144 എന്ന് പറയുന്നത്. ഇനീഷ്യലി നമ്മുടെ ബീക്കറിൽ ഉണ്ടായ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് 144. അതെന്താണ്, എത്രയാണ്? 72 ലിറ്ററാണ്. 72 ലിറ്ററാണ് ഇനീഷ്യലി ഉണ്ടായത്. സോ എന്താണ്, ഹാഫ് ഇൻറ്റു ഹാഫ് ചെയ്താൽ പോരെ? 1 യൂണിറ്റിൻ്റെ വാല്യൂ 1/2 ആണ്. സോ ഇവിടെയും 1/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 60 ആൻസർ എന്താ കിട്ടും? 60.5 ആണെന്ന് കിട്ടും. ഇതാണ് ഇനിഷ്യലി 72 ഉണ്ടെങ്കിൽ ഇപ്പോൾ 60.5 ആണ്. സിമ്പിൾ, വേറെ ഒന്നും ചെയ്യണ്ട. 60.5 ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെറ്റ് അല്ലേ? അപ്പം ഇങ്ങനെയാണ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ് ഇവിടെ പറയുന്നത്? 7 ലിറ്റർ സ്പിരിറ്റ് ഈസ് ഡ്രോൺ ഫ്രം എ വെസൽ ഫുൾ ഓഫ് സ്പിരിറ്റ് ആണ്. അത് സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ, 7 ഫുള്ള് സ്പിരിറ്റ് ആണുള്ളത്. ദെൻ ഫിൽഡ് വിത്ത് വാട്ടർ ആണ്. ദിസ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് വൺസ് മോർ. 2 പ്രാവശ്യം ചെയ്യുന്നപ്പോൾ വൺസ് മോർ എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രാവശ്യം കൂടെ. സോ ടോട്ടൽ 2 പ്രാവശ്യം. ദിസ് റേഷ്യോ, ദ റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് സ്പിരിറ്റ് നൗ ലെഫ്റ്റ് ഇൻ cask. Okay, the ratio of quantity of spirit now left in cask to that of water. അപ്പോൾ വാട്ടറും ബാക്കി എന്താ, ബാക്കിയുള്ള ക്വാണ്ടിറ്റി സ്പിരിറ്റും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? വാട്ടറും ബാക്കിയുള്ള ക്വാണ്ടിറ്റിയുള്ള സ്പിരിറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ടോട്ടൽ നോക്കിയേ. നമ്മൾ സാധാരണ എടുത്ത എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ഇത് ഇനിഷ്യലി ഉള്ളത്, ഇത് ഫൈനലി. അതിലുള്ള ഫൈനൽ എന്താ, മിക്സറിലുള്ള നമ്മുടെ ആൽക്കഹോളിൻ്റെ മാത്രമാണ്, വാട്ടറിൻ്റെ കൂട്ടിയില്ല, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റീൻ്റെ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ പറയുന്നത് ഫൈനലുള്ള മിക്സറുള്ള സ്പിരിറ്റും വാട്ടറും തമ്മിലുള്ള റേഷ്യോ ആണ്. സ്പിരിറ്റും വാട്ടറും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടോട്ടൽ ആഡ് ചെയ്താൽ ടോട്ടൽ ബീക്കറിൽ എത്ര ഉണ്ടായിട്ടുണ്ടാവും? ഫൈനൽ നമ്മൾ 25 യൂണിറ്റ് സ്പിരിറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഫൈനൽ മിക്സറിൽ 22 യൂണിറ്റ് 25 യൂണിറ്റ് മിക്സറാണ്, എന്താ സ്പിരിറ്റാണ്. ബാക്കിയുള്ള 11 യൂണിറ്റ് വാട്ടറാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രണ്ടും ആഡ് ചെയ്താൽ ബീക്കറിൽ ടോട്ടൽ എത്രയുണ്ട്? അതായത് നമ്മുടെ ഫൈനൽ ബീക്കർ ഇതാണ്, 25 യൂണിറ്റ് സ്പിരിറ്റ് ഉണ്ട്, വാട്ടർ എന്ന് പറയുന്നത് 11 യൂണിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ കൂട്ടിയാൽ നമുക്ക് 36 യൂണിറ്റ് ആണ് ടോട്ടൽ ഉള്ളത്. 36 യൂണിറ്റ് ആണ് ഉള്ളത്. നമ്മൾ നേരത്തേക്ക് നോക്കിയില്ല, എന്താ ഇനീഷ്യലി ഉള്ള ബീക്കറിൽ നിന്ന് എത്രയോ ക്വാണ്ടിറ്റി നമ്മൾ റിമൂവ് ചെയ്തു, അത്ര തന്നെ വാട്ടർ ആഡ് ചെയ്തു. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പോൾ എന്തായാലും റിമൂവ് ചെയ്യുന്നു, അത്ര ആഡ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും എപ്പോഴും എന്താ 36 യൂണിറ്റ് തന്നെ ആയിരിക്കും അതിൽ ഫുള്ളായിട്ട് ഉണ്ടാവുക. 36 യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇനിഷ്യലി 36 യൂണിറ്റ് ആണ് ഉണ്ടാവുക. ഇനിഷ്യലി 36 യൂണിറ്റ് ആണ് നമ്മുടെ മിക്സ്ചർ ഉണ്ടാവുക. ഇപ്പോൾ എത്രയായി? ഇപ്പോൾ 25 യൂണിറ്റ് ആയി. ഓക്കെ, 25 യൂണിറ്റ് ആയി. നമ്മൾ ഇവിടെ കിട്ടിയത് എന്താണ്? ഇതാണ് നമ്മുടെ നേരത്തെ ഈ ലാസ്റ്റത്തെ കാര്യമാണ് കിട്ടിയത്. നമ്മൾ നേരത്തെ അങ്ങനെയല്ലേ ചെയ്തേ? ഇനിഷ്യലി 144 ആണെങ്കിൽ ഫൈനൽ മിക്സറിൽ നമ്മുടെ എന്താ ഇവിടെ മിൽക്കിൻ്റെ കാര്യം, ഇനിഷ്യലി 144 മിൽക്ക് ഉണ്ടെങ്കിൽ ഫൈനൽ മിക്സറിൽ 121 ഉണ്ടായി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഇനിഷ്യലി 36 ഫുള്ള് ബീക്കർ ഉണ്ടെങ്കിൽ 36 ആണ്, ഫൈനൽ മിക്സറിൽ 25 ആണ്. ഓക്കെ, സെറ്റല്ലേ? അപ്പം അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഫൈനൽ ആൻസറാണ് കിട്ടിയത്. ഇതെന്താ 2 പ്രാവശ്യം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതോ 2 വാല്യൂ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 36 കിട്ടും. അതിൻ്റെ എന്താ സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ? അതായത് 6ഉം 6ഉം ആയിരിക്കും, 6ഉം 6ഉം ആയിരിക്കും. ഓക്കെ, 6ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്തു, ഇത് കിട്ടി. 5ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്തു, ഇത് കിട്ടി. അപ്പോൾ ഈ റേഷ്യോയിലായിരിക്കും നമുക്ക്, നമ്മൾ ബാക്കിൽ നിന്ന് അങ്ങോട്ട് വന്നു. അപ്പോൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് 36 എടുത്തതെന്ന്. ടോട്ടൽ ക്വാണ്ടിറ്റി 25 + 11 രണ്ടും കൂടിയാൽ 36 ആണ്. ഇനിഷ്യൽ നമ്മുടെ ഇതിലുള്ളത് ഫുള്ള് എന്താണ്, സ്പിരിറ്റ് മാത്രമേ, ഫുൾ സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിഷ്യലി ഉള്ളത് ഫുൾ സ്പിരിറ്റ് നോക്കിയാൽ 36 യൂണിറ്റ്, ഫൈനലി 25 യൂണിറ്റ്. സോ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് വെസൽ. കപ്പാസിറ്റി ഓഫ് വെസലാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അതായത് ഈ 6 യൂണിറ്റിൻ്റെ വാല്യൂ ആണ്. കപ്പാസിറ്റി ഓഫ് വെസൽ എന്താണ്? 6 യൂണിറ്റ്. അതായത് ഇനിഷ്യലി 36 ഉണ്ട്, ഇപ്പോൾ നമുക്ക് 25 ഉണ്ട്. ഇനി നമ്മൾ കപ്പാസിറ്റി ഓഫ് വെസലാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് വെച്ചാൽ 7 ലിറ്റർ സ്പിരിറ്റാണ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്ത്. സോ മനസ്സിലാക്കുക, 6 യൂണിറ്റിൽ നിന്ന് 1 യൂണിറ്റ് പോയി. ഇവിടെ 6 ഉണ്ട്, 1 യൂണിറ്റ് പോയി, അപ്പോൾ നമുക്ക് 5 യൂണിറ്റ് കിട്ടി. സോ അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കിയ എന്താണ്? 6 യൂണിറ്റ് ഉള്ളതിൽ നിന്ന് 1 യൂണിറ്റ് പോയി, അപ്പോൾ 5 യൂണിറ്റ് ആയി. അപ്പോൾ ആ 1 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മാറ്റിയ എന്താണ്? 7 ലിറ്റർ സ്പിരിറ്റ് അല്ലേ? 7 യൂണിറ്റ് ആണ്, 7 ലിറ്റർ സ്പിരിറ്റ് ആണ്. അപ്പോൾ ഇനിഷ്യലി 6 യൂണിറ്റ് ഉണ്ടായിരുന്നു,
6 യൂണിറ്റ് ആണ് ഇനിഷ്യലി ഉണ്ടായത്. സോ 6 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 × 7 42 ലിറ്റർ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 42 ലിറ്റർ ആണ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വേണ്ട. ഇത് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ നോക്കാന്നാൽ, അതായത് ഇത് ഇനിഷ്യലി 12 ഉണ്ടെങ്കിൽ ഇനിഷ്യൽ ക്വാണ്ടിറ്റി 12, അപ്പോൾ ഈ 12ൻ്റെ വാല്യൂ ആണ് 72. ഒരു പ്രാവശ്യം നമ്മൾ എത്രയാ 6 റിമൂവ് ചെയ്താൽ 11 പാർട്ടായി. അപ്പോൾ ഈ 11 പാർട്ടാണ് ബാക്കിയുള്ളത്. എത്രയാണ് 66. ക്ലിയർ അല്ലേ? ഈ ഇനിഷ്യലി 72, 6 റിമൂവ് ചെയ്തു, ഒരു പാർട്ടായ 6 റിമൂവ് ചെയ്തു, ബാക്കിയുള്ള 66 11ൻ്റെ പാർട്ട്. ഇത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴാണ്. ഈ പ്രോസസ്സ് നമ്മൾ 2 പ്രാവശ്യം ചെയ്താൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇനിഷ്യൽ ക്വാണ്ടിറ്റി 2 പ്രാവശ്യം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ ഇനിഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ ആണ് ഇനിഷ്യൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഇതാണ് ഇനിഷ്യൽ ക്വാണ്ടിറ്റി 72, ഇതാണ് ഫൈനൽ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. ഒറ്റ പ്രാവശ്യമാണെങ്കിൽ ഇതാണ് ഇനിഷ്യൽ ക്വാണ്ടിറ്റി, ഇതാണ് ഫൈനൽ ക്വാണ്ടിറ്റി. 2 പ്രാവശ്യമാണെങ്കിൽ ഇത് 2 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇതാണ് ഇനിഷ്യൽ ക്വാണ്ടിറ്റി, ഇതാണ് ഫൈനൽ ക്വാണ്ടിറ്റി. അതാണ് നമ്മൾ ഇവിടെയും ചെയ്ത്. എന്താണ് ഇത് നോക്കിയേ, ഇതാണ് ഇനിഷ്യൽ ക്വാണ്ടിറ്റി, ഇത് ഫൈനൽ ക്വാണ്ടിറ്റി. 2 പ്രാവശ്യം ആകുമ്പോൾ നമ്മൾ എന്നിട്ട് സിംഗിൾ ഒറ്റ പ്രാവശ്യം 6 ആണെങ്കിൽ 5 ആണെന്ന് കണ്ടുപിടിച്ചു. ഒറ്റ പ്രാവശ്യം നമ്മൾ എത്രയാണ് 7 റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 7 ആണ്. 6 യൂണിറ്റ് ആണ് ഇനിഷ്യൽ വാല്യൂ, 42. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, സെറ്റ്. അപ്പം അങ്ങനെ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം നമുക്ക്. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. എന്താ പറയുന്നത് നോക്കിയേ. മോനു ഹാസ് സ്റ്റോളൻ 32 ലിറ്റർ ഓഫ് വൈൻ ഫ്രം എ കണ്ടെയ്നർ ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് സെയിം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഇനിഷ്യലി ഉണ്ടായത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഇനിഷ്യലി 32 ലിറ്റർ വൈനാണുള്ളത്. 32 ലിറ്റർ വൈനാണുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് വൈനാണ്. ഓക്കെ, നമുക്കിപ്പോൾ സപ്പോസ് വേറൊരു കാര്യമുണ്ട്. നമുക്ക് സപ്പോസ് ഇനീഷ്യലി ഉള്ളത് 32 ലിറ്റർ വൈനും ബാക്കി ഉള്ളത് എന്താ ഒരു 8 ലിറ്റർ വാട്ടർ ആണെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ എന്താ എടുക്കേണ്ടത്? നമ്മൾ ആ വൈനിൻ്റെ ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഇവിടെ ഇനിഷ്യലി നമുക്ക് ഫുള്ള് വൈനാ തന്നിട്ടില്ല. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിൽ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് അല്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇത് നോക്കിയേ, ഇനിഷ്യലി നമുക്ക് 32 ലിറ്റർ വൈൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നോക്കിയേ എത്രയോ ക്വാണ്ടിറ്റി ഫ്രം എ കണ്ടെയ്നർ ആൻഡ് എന്താ മോനു ഹാസ് സ്റ്റോളൻ 32 ലിറ്റർ വൈൻ അല്ല, 32 ലിറ്റർ വൈൻ കട്ടു എന്നാണ് പറയുന്നത്. എന്താ മോനു ഹാസ് സ്റ്റോളൻ 32 ലിറ്റർ ഓഫ് വൈൻ ഫ്രം എ കണ്ടെയ്നർ ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് എന്താ സെയിം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ വൈനിൻ്റെ കണ്ടെയ്നറിൽ നിന്ന് 32 അയാൾ അടിച്ചു മാറ്റിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു. അതാണ് പറയുന്നത്. ഹി അഗെയിൻ റിപ്പീറ്റഡ്. പക്ഷേ പിന്നെന്തായി, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ ചില ആൾക്കാർ ചെയ്യുക. സോ എന്ത് ചെയ്യും, വീണ്ടും അടിച്ചു മാറ്റും, വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കും. ഓക്കെ, അപ്പോൾ എന്തായി, ആദ്യം വെള്ളം ഒഴിച്ചത് ഏതിലേക്കാണ്? വൈനിലേക്കാണ്. വെള്ളം ഒഴിച്ചു, പിന്നെ വീണ്ടും അടിച്ചു മാറ്റി. അപ്പോൾ പിന്നെന്താ അത് മിക്സ്ചറായി, വെള്ളം കൂടിയൊരു മിക്സ്ചറായി. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും അടിച്ചു മാറ്റി വീണ്ടും വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രോസസ്സ് 2 പ്രാവശ്യം കൂടെ കണ്ടിന്യൂ ചെയ്തു. ആദ്യം 1, പിന്നെ 2. സോ ടോട്ടൽ 3 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്തു. ദാറ്റ്സ് ദ റേഷ്യോ ഓഫ് ദ വൈൻ ടു ദ അപ്പോൾ എന്താണ് ശ്രദ്ധിക്കുക, റേഷ്യോ ഓഫ് ദ വൈൻ. ഇവിടെ പറയുന്ന ക്വാണ്ടിറ്റി എന്താ? റേഷ്യോ ഓഫ് ദ വൈൻ ടു ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കണ്ടെയ്നർ. വൈനിൻ്റെതും ടു ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻ ദ കണ്ടെയ്നർ. അപ്പോൾ വൈനും ടോട്ടൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിട്ടില്ല. വൈനും വാട്ടറും തമ്മിലല്ല, വൈനും ടോട്ടൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് വൈൻ ഇൻ ദ കണ്ടെയ്നർ. ഇനീഷ്യലി എത്ര വൈൻ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. സോ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള എന്താ, ഇത് ഇനീഷ്യൽ ക്വാണ്ടിറ്റി, അതായത് ടോട്ടൽ ആ കണ്ടെയ്നറിൽ എത്രയുണ്ട് നോക്കിയാൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കണ്ടെയ്നർ. അതെന്താണ് ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം എഴുതുന്ന വാല്യൂ അല്ലേ, ഇനിഷ്യലി എത്രയുണ്ടായിരുന്നു കണ്ടെയ്നറിൽ ടോട്ടൽ ക്വാണ്ടിറ്റി. ഇതെന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് വൈൻ. ഇപ്പോൾ വൈൻ എത്രയുണ്ട്? 2-3 പ്രാവശ്യം ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം വൈൻ എത്രയുണ്ട്? അപ്പോൾ എന്താണ് 216 ഫൈനൽ റേഷ്യോ ആണ് വൈനിൻ്റെ. 343 എന്ന് പറയുന്നത് ഇനിഷ്യൽ റേഷ്യോ ആണ്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ എന്താ, ഇനിഷ്യലി ഫുള്ള് വൈനാണ് ആ കണ്ടെയ്നറിൽ ഫുൾ എത്രയാണ്? 343. അത് ഇനിഷ്യലി ഫുള്ള് വൈനാണ്. അപ്പോൾ ഇനിഷ്യലി 343, ഇപ്പോൾ 216. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പ്രാവശ്യം ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ എന്ത്, നമ്മൾ ഇതിൻ്റെ ഓരോ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ 3 പ്രാവശ്യം ചെയ്താൽ ഇത് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ എന്താണ് 7 7 7 ക്യൂബ് റൂട്ട് 7 അല്ലേ? 216ൻ്റെയോ 6 6 6. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക.
അപ്പോൾ 7 ഉള്ളത് 6 ആയി എന്നാണ് പറയുന്നത്. ഇനി സിമ്പിൾ അല്ലേ കാര്യങ്ങൾ. 1 യൂണിറ്റാണ് ആൾ അടിച്ചു മാറ്റിയത്. ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 32 ആണെന്ന് കിട്ടി. സോ നമ്മളോട് ചോദിച്ചില്ല എന്താ, ഫൈൻഡ് ദ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് വൈൻ. ഇനിഷ്യലി വൈൻ എത്ര ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. സോ 7 യൂണിറ്റ് അല്ല ഇനിഷ്യലി ഉണ്ടായി. നോക്കിയേ, ഇനിഷ്യലി 1 യൂണിറ്റ് മാറ്റിയത് 32 ആണ്. സോ 7 യൂണിറ്റ് 7 × 32 210 14 224 224 ആണ് ഇനിഷ്യലി ഉണ്ടായ വൈൻ. സോ ആൻസർ എന്ന് പറയുന്നത് 224 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. യെസ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ. ഓക്കെ, ഡൗട്ട് ഉള്ളവർ ചോദിക്കാട്ടെ. നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, മാക്സ് ബൈ ഹരി എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, മാക്സ് ബൈ ഹരി. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം നമുക്ക്. എ കണ്ടെയ്നർ കണ്ടെയ്ൻസ് 200 liters ഓഫ് മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇതുവരെ നമ്മൾ ചെയ്തത് പ്യുവർ മിൽക്ക്, പ്യുവർ മിക്സ്ചർ, പ്യുവർ വൈൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇവിടെ മിൽക്ക് ആൻഡ് വാട്ടർ ഉള്ള മിക്സ്ചറാണുള്ളത്. ഇനിഷ്യലി അത്രയാണുള്ളത്. ദ റേഷ്യോ 4:1. അപ്പോൾ 4:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അതുള്ളത്. ഇഫ് 20 liters ഓഫ് മിക്സ്ചർ ഈസ് റിമൂവ്ഡ് ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് 20 liter ഓഫ് വാട്ടർ ആണ്. ദിസ് പ്രോസസ് ഈസ് പെർഫോംഡ് ട്വൈസ്. ഈ പ്രോസസ്സ് ട്വൈസ്, 2 പ്രാവശ്യം പെർഫോം ചെയ്തു. ഓക്കെ, ട്വൈസ് പെർഫോം ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 3 പ്രാവശ്യമായി. ഇനിഷ്യലി ഉണ്ട്, പിന്നെ ഒരു ട്വൈസും. സോ ദെൻ ഫൈൻഡ് ദ ഫൈനൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് റിമൈനിങ് ഇൻ ദ കണ്ടെയ്നർ. അപ്പോൾ ഫൈനൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്കാണ് നമ്മൾ ചോദിക്കുന്നത്. സോ നമ്മളിവിടെ എടുക്കേണ്ടത് എന്താണ്? നമ്മളിവിടെ മനസ്സിലാക്കുക, നിങ്ങൾ ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുക. എന്താ ഇവിടെയൊക്കെ നമ്മൾ ചെയ്തത് ഇനിഷ്യലി പ്യുവർ മിൽക്ക് എത്ര, ഫൈനലി ആ മിൽക്ക് എത്ര എന്നാണ് നോക്കിയത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇനിഷ്യലി എത്രയുള്ളത്? ഇനിഷ്യലി 4:1 എന്ന് പറയുന്ന റേഷ്യോയിലുണ്ട്. അതായത് 200നെ നമ്മൾ 4:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. 4:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ ഇതെന്ന് പറയുന്നത് മിൽക്കും ഇത് വാട്ടറും കിട്ടും. അതായത് 160യും 40 ആയിട്ട് കിട്ടും. ഇനിഷ്യലി 160 ആണ് നമ്മൾ എടുക്കേണ്ട പ്യുവർ മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ 160 എന്ന് പറയുന്ന മിൽക്ക് ഉണ്ട്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ 20 ലിറ്റർ, ഇഫ് 20 liters ഓഫ് മിക്സ്ചർ ഈസ് റിമൂവ്ഡ്. അപ്പോൾ 20 ലിറ്ററിലും നമ്മൾ നോക്കിയാൽ 20 ലിറ്റർ മിക്സ്ചർ എടുത്താലും അതും 4:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പം അതിൽ നിന്ന് 16ഉം 4ഉം, അതായത് ഇനിഷ്യലി 160 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 16 യൂണിറ്റ് മിൽക്ക് നമ്മൾ മാറ്റി എന്നാണ് പറയുന്നത്. ഇനിഷ്യലി 160 യൂണിറ്റ് പ്യുവർ മിൽക്ക് ഉണ്ട്. അതായത് നമ്മൾ മിക്സ്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. 200ൽ നിന്ന് നമ്മൾ 20 മാറ്റി. അതേ സെയിം സംഭവമാണ്. 16ൽ നിന്ന് 160ൽ നിന്ന് 16 മാറ്റി. ഓക്കെ, നോക്കി ഇത് രണ്ടും മാറി. അപ്പോൾ എത്രയാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/10 കിട്ടി. അതായത് നമ്മളിവിടെ 1/10 അല്ലേ കിട്ടുക. ഓക്കെ, അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇനിഷ്യലി 10 യൂണിറ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ 1 യൂണിറ്റ് പോയിട്ട് 9 യൂണിറ്റ് മാറിയിട്ടുണ്ട്. ഓക്കെ, 9 യൂണിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് വീണ്ടും എത്ര പ്രാവശ്യമായി? റിമൂവ്ഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ 20 liter ഓഫ് വാട്ടർ ആൻഡ് ദിസ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ട്വൈസ്. അപ്പോൾ 2 പ്രാവശ്യം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. 2 പ്രാവശ്യമാണ്. എഗെയിൻ അല്ല, ദിസ് പ്രോസസ് ഈസ് പെർഫോംഡ് ട്വൈസ്. നമുക്ക് നേരത്തേക്ക് എന്താ പറഞ്ഞത്? എഗെയിൻ റിപ്പീറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? റിമൂവ്ഡ്, റീപ്ലേസ്ഡ്, ദിസ് പ്രോസസ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ട്വൈസ്. 2 പ്രാവശ്യം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ടോട്ടൽ 2 പ്രാവശ്യമുള്ളൂ കേട്ടോ. എഗെയിൻ ട്വൈസ് എന്നല്ല, 2 പ്രാവശ്യം. സോ എന്താ ചെയ്തത്? നമുക്ക് മനസ്സിലായി. ആദ്യം 10 ഉള്ളത് 9 ആയി, 2 പ്രാവശ്യം ആകുമ്പോൾ വീണ്ടും 10 ഉള്ളത് 9 ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇനിഷ്യലി 100 ഉണ്ടെങ്കിൽ ഇപ്പോൾ 81 ആയി. ഇനിഷ്യലി 100 ഉണ്ടെങ്കിൽ ഇപ്പോൾ 81 ആയി. ഇനിഷ്യലി മിൽക്കിൻ്റെ ഇതൊക്കെ മിൽക്കാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനിഷ്യലി മിൽക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 160. ഇപ്പോൾ എന്തായി? 81ൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 100 എന്ന് പറയുന്നത് 160ക്ക് ഈക്വലാണ്. നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്യേണ്ടത് 81 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 160 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 81. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എന്ത് കിട്ടും? ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? 6, പിന്നെ എന്ത് കിട്ടും? 9, 12, 129.6. സോ ഇതാണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, 129.6 ലിറ്റർ ആണ് നമുക്ക് ഫൈനൽ ക്വാണ്ടിറ്റി. അതിൽ പറയുന്നത്
ഫൈൻഡ് ദ ഫൈനൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എന്ന് കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഇത് വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സെറ്റല്ലേ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർമുല ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് മിൽക്ക് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്താ ഇനിഷ്യലി എത്ര, ഇനിഷ്യൽ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി, ഇനിഷ്യൽ മിൽക്ക് ഫോർമുല വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഇനിഷ്യൽ മിൽക്ക് എത്രയാണ്, പിന്നെന്താ 1 മൈനസ് നമ്മൾ എത്രയാണ് റിമൂവ് ചെയ്തേ, ഇപ്പോൾ 200 20 റിമൂവ് ചെയ്തു, അതാണ് പറയുന്നത്. സോ ഇത് എത്ര പ്രാവശ്യം സ്ക്വയർ ചെയ്യുക, 2 പ്രാവശ്യം ആണെങ്കിൽ 2 സ്ക്വയർ ചെയ്യും. സോ ഇതാണ് നമുക്ക് കിട്ടുക. അതായത് നമുക്ക് ഇങ്ങനെ കിട്ടും 160, അതായത് എക്സ് മൈനസ് വി എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെയാണ് ഫോർമുല, എക്സ് മൈനസ് വി എന്ന് പറയുന്ന ഫോർമുലയാണ്, എക്സ് മൈനസ് വി എന്ന് പറയുന്ന ഫോർമുലയാണ്. അതായത് 1 മൈനസ് 20 ഡിവൈഡ് ബൈ 200 ഹോൾ സ്ക്വയർ. വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. അതിനേക്കാളും എളുപ്പം എന്താണ്, നമ്മൾ മറ്റേതല്ലേ എളുപ്പം. ഓക്കെ, അപ്പം അങ്ങനെ ഫോർമുല ഒന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇത് എല്ലാവരും നന്നായിട്ട് നോക്കുക കേട്ടോ. റീപ്ലേസ്മെൻറ്റ് ഒന്നും കൂടുതലൊന്നും പഠിക്കാനില്ല, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, നന്നായിട്ട് നോക്കുക. അപ്പോൾ എന്താ വീഡിയോ ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ 2 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. മാത്സ് ബൈ ഹരി എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക, ഡൗട്ട് ഉള്ളത് ചോദിക്കുക. ഓക്കെ, സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.